ഒരു കൈ കൊണ്ട് തലോടുകയും ഒരു കൈ കൊണ്ട് അതേസമയം തന്നെ തല്ലുകയും ചെയ്യുന്ന ട്രംപ് ഇന്ത്യയുമായുള്ള അകൽച്ച ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച ട്രംപ് പറഞ്ഞിരുന്നു. മോദിയുമായി നേരിട്ട് ചർച്ച നടത്താൻ ട്രംപ് തയ്യാറെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും പറഞ്ഞ് മണിക്കൂറുകൾ കഴിയും മുൻപ് ഇന്ത്യൻ മരുന്നുകൾക്ക് ഇതാ 100% തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നു. ട്രംപിന്റെ ഉദ്ദേശശുദ്ധി വിശകലനം ചെയ്യുക അതീവ ദുഷ്കരമാണ്. എന്തായാലും ട്രംപിന്റെ ഈ അടുത്ത തീരുവച്ചതി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തിന് കനത്ത തിരിച്ചടിയാകുമോ? നോക്കാം. ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തീരുവയുദ്ധം കൂടുതൽ കടുപ്പിക്കുകയാണ് യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ മരുന്നുകൾക്ക് 100% തീരുവ. പ്രഖ്യാപനം വന്നത് പതിവ് പോലെ ട്രംപിന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ. ഒക്ടോബർ 1 തീയതി മുതൽ തീരുവ പ്രാബല്യത്തിൽ വരും. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്കാണ് തീരുവ ഏർപ്പെടുത്തുന്നത്. എന്നാൽ അമേരിക്കയിൽ ഫാക്ടറി സ്ഥാപിച്ച് മരുന്നുൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് തീരുവ ബാധകമാകില്ല. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ബ്രാൻഡഡ് പേറ്റന്റ് കമ്പനി മരുന്നുകൾക്കും നികുതി ബാധകമാകും. ഇന്ത്യയുടെ ഏറ്റവും വലിയ മരുന്ന് വിപണിയാണ് US. അതുകൊണ്ട് തന്നെ ഈ കടുത്ത തീരുവ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ USലേക്ക് ഏറ്റവും അധികം മരുന്നുകൾ എത്തിക്കുന്നത് ഇന്ത്യയാണ്. 2023-2024 കണക്കുപ്രകാരം $870 കോടി, അതായത് ഏകദേശം 77,000 കോടി രൂപയുടെ മരുന്നുകൾ ഇന്ത്യ USലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഇന്ത്യയുടെ മൊത്തം മരുന്ന് കയറ്റുമതിയിൽ 31% വിഹിതവുമായി അമേരിക്കയാണ് ഏറ്റവും വലിയ വിപണി. ഇന്ത്യൻ മരുന്ന് നിർമ്മാണ കമ്പനികളുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സും അമേരിക്കയാണ്. USലേക്കുള്ള ഇന്ത്യയുടെ മൊത്തം വാണിജ്യ ഉൽപ്പന്ന കയറ്റുമതിയിൽ 11% മരുന്നുകളാണ്. 2025 ആദ്യ പകുതിയിൽ $3.7 ബില്യൺ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഫാർമ മേഖലയിൽ $27.9 ബില്യൺ കയറ്റുമതിയാണ് ഉണ്ടായത്. ഇതിൽ 31%, ഏകദേശം 77,231 കോടി രൂപ അമേരിക്കയിലേക്കായിരുന്നു. ട്രംപിന്റെ പുതിയ തീരുമാനം ബാധിക്കുക ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ആധിപത്യമുള്ള ബ്രാൻഡഡ് പേറ്റന്റ് ചെയ്ത മരുന്നുകളെയാണെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള ജനറിക് സ്പെഷ്യാലിറ്റി മരുന്നുകൾ പരിശോധനയ്ക്ക് വിധേയമാകുമോ എന്ന് വ്യക്തമായിട്ടില്ല. അതേസമയം അമേരിക്കയിൽ പ്ലാന്റുള്ള ഇന്ത്യൻ കമ്പനികൾ പക്ഷേ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോഴും ട്രംപ് വ്യക്തമാക്കുന്നത് ഒക്ടോബർ 1 ശേഷം സ്ഥാപിക്കുന്ന പ്ലാന്റുകൾക്ക് ഇത് ബാധകമായിരിക്കും എന്ന് തന്നെയാണ്. ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്തെന്നാൽ അമേരിക്കൻ പൗരന്മാരെ തന്നെ ട്രംപിന്റെ തീരുമാനം ബാധിക്കുന്നു എന്നതാണ്. ഇന്ത്യൻ മരുന്നുകളാണ് അമേരിക്കൻ വിപണി കീഴടക്കിയിരിക്കുന്നത് എന്നതിനാൽ അമേരിക്കക്കാർ മരുന്ന് വാങ്ങണമെങ്കിൽ ഇനി ഉയർന്ന തുക നൽകേണ്ടി വരും. 50% തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വിലക്കയറ്റം അമേരിക്കയുടെ മരുന്ന്, വസ്ത്ര, ഭക്ഷ്യ വിപണിയെ അടക്കം ബാധിച്ചിരുന്നു. ഇപ്പോൾ 100% തീരുവയായപ്പോൾ സാധാരണക്കാരായ അമേരിക്കക്കാരുടെ ദൈനംദിന ബജറ്റ് തന്നെ പാടെ അവതാളത്തിലാകും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ 50% തീരുവ ചുമത്തിയത്. ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തീരുവ ചുമത്തുന്നു എന്ന പേരിൽ ആദ്യം 25% തീരുവ ചുമത്തിയ ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന പേരിൽ ഓഗസ്റ്റ് 27 മുതൽ ഇത് 50% വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മരുന്നുകൾക്ക് 100% വരെ തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളിൽ 45%, ബയോസിമിലർ മരുന്നുകളിൽ 15% ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയാണ്. ഡോക്ടർ റെഡ്ഡീസ്, ഓറോബിൻഡോ ഫാർമ, സൈഡസ് ലൈഫ് സയൻസസ്, സൺ ഫാർമ, ഗ്ലാൻഡ് ഫാർമ തുടങ്ങിയ കമ്പനികളുടെ വരുമാനത്തിന്റെ 30 മുതൽ 50% അമേരിക്കൻ വിപണിയിൽ നിന്നാണ്. ഇന്ത്യയെ മാത്രമല്ല
യൂറോപ്യൻ യൂണിയനെയും കാനഡയും അടക്കം ഈ പ്രഖ്യാപനം ബാധിക്കും. ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനം ആഗോള സമ്പദ് വ്യവസ്ഥയെ ആകെ ഉലയ്ക്കുമെന്നും വ്യാപാര യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുമെന്നുമുള്ള വിലയിരുത്തലും ഉണ്ട്. US പൗരന്മാരെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന തീരുമാനത്തിനെതിരെ US ഫെഡറൽ കോടതി തന്നെ ട്രംപിനെ വിമർശിച്ചിരുന്നു. ട്രംപ് തന്റെ അധികാരം ദുരുപയോഗം ചെയ്തെന്നും ഈ തീരുവകൾ വിദേശ രാജ്യങ്ങളുമായി വിലപേശാനും അവരെ സമ്മർദ്ദത്തിലാക്കാനും ഉപയോഗിച്ചെന്നുമാണ് കോടതി കണ്ടെത്തിയത്. ട്രംപിന്റെ നടപടി US ഭരണഘടനാ ലംഘനമാണെന്ന് നേരത്തെ അന്താരാഷ്ട്ര വ്യാപാര കോടതിയും വിധിച്ചിരുന്നു. വിമർശനങ്ങൾക്ക് വില നൽകാതെയാണ് ട്രംപ് നീക്കം തുടരുന്നത്. ട്രംപ് മനക്കോട്ട കെട്ടും പോലെ തീരുവ യുദ്ധം കൊണ്ട് ഇന്ത്യ അടക്കം വരുതിയിൽ നിർത്താൻ കഴിയില്ലെന്നും അയഞ്ഞില്ലെങ്കിൽ ഇന്ത്യയും റഷ്യയും ചൈനയും ഉൾക്കൊള്ളുന്ന ബ്രിക്സ് സംവിധാനം ശക്തിപ്പെടുമെന്നും അമേരിക്കയുടെ ലോക തലവൻ കളി അവസാനിക്കാൻ പോവുകയാണെന്നും മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ തന്നെയാണ്. വീണ്ടും വിചാരമുണ്ടായാൽ ട്രംപിന് നല്ലത്.